അതിന് എൻ്റെ ഭർത്താവ് സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്, പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷെ ജയ്ഷേട്ടന് ഞാൻ സബീനയായിട്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. അതായത് അപ്പൊ കല്യാണത്തോട് പ്രമാണിച്ചല്ല ചേച്ചി മതം? അതെ അതെ, തീർച്ചയായിട്ടും കല്യാണത്തിനോട് പ്രമാണിച്ചു തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് ഈ എന്താ പറയാ, എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പഴയ വസ്ത്രം, ഞാനൊരു മുഷിഞ്ഞൊരു വസ്ത്രം, ഞാനത് മാറ്റി അവിടെ അതിട്ടു, ഞാനൊരെണ്ണം പുതിയതൊരെണ്ണം ധരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഞാനിട്ടതോ? അത് ലക്ഷ്മിപ്രിയ ഇട്ട പോസ്റ്റിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. ഇന്നലെ രാത്രി ലക്ഷ്മിപ്രിയ തന്നെ ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് പേഴ്സണലി ഇട്ടതാണ്. അതിന് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം വിവരമില്ലായ്മയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ പൊന്നമ്മ ബാബുവിനും അതേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ചില ഗ്രൂപ്പുകളിലേക്കും അവർ ആ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോൾ അവർ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കതിലൊരു മറുപടി ഇടണമെന്ന് തോന്നി, സത്യാവസ്ഥ എന്താണെന്ന് പറയണമെന്ന് തോന്നി. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ എന്ന് പറയുന്ന സിനിമാ സംഘടന ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രസിഡന്റായ ശ്വേതാ മേനോനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായ നമ്മുടെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സഹോദരിയുമാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോയത്. ഏതായാലും അതിലെ തിരിമറിയും അതുപോലെ തന്നെ വാർഷിക കണക്ക് സമർപ്പിക്കാതിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതായാലും അവർക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം ജാതിപരമായും വർഗീയപരമായും കാർഡിറക്കി കളിക്കുന്ന ഒരു സഹോദരിയാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പല ഇൻ്റർവ്യൂകളായിട്ട് ജനിപ്പിച്ച ആൾക്കാരെയും അതുപോലെ തന്നെ അവർ ജനിച്ചു വളർന്ന മതത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ആ സമുദായത്തെ പറ്റുമോ അങ്ങനെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മിപ്രിയ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സഹോദരി രാജിവെക്കാൻ വേണ്ടി മറ്റൊരു കാരണം കൊണ്ട് അൻസിബ എന്ന് പറയുന്ന സഹപ്രവർത്തകർക്കെതിരെ മോശമായ രീതിയിൽ എനിക്ക് മെസ്സേജ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതിനുശേഷം അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി 2.5 മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തി ഹരാസ് ചെയ്യുന്നു. അതിനെതിരെ അൻസിബ ഹൈക്കോടതി വരെ ഇപ്പോൾ പോയിരിക്കുകയാണ്, കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക്, കമ്മിറ്റി രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരെ വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ട് എത്തിയത്. തീർച്ചയായിട്ടും ആ പോസ്റ്റ് നിങ്ങളെല്ലാവരും കാണണം. അതിനുശേഷം ഇതിന് മറുപടിയായിട്ട് ഉഷ ആലപ്പുഴ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വെച്ചിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ കാണണം. അതിനുശേഷം മതത്തെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും എല്ലാം തള്ളി പറഞ്ഞുകൊണ്ടുള്ള ലക്ഷ്മിപ്രിയയുടെ 2 വീഡിയോകൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ വെക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നത്, ദയവായി സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൊടുത്ത് അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ വായിക്കാം, അതുപോലെ തന്നെ സൈഡിൽ കൊടുക്കുകയും ചെയ്യാം. ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം രാജിവെച്ചിരിക്കുന്നു. എൻ്റെ രാജി മുതിർന്ന അംഗങ്ങളായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നത് എങ്കിൽ എൻ്റെ ശവം കാണാൻ പോലും ഓരോരുത്തരും വരരുത് എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട, ഇൻഷൂർ വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒന്നുമേ വേണ്ട എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്, ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരരുത്, നന്ദി ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ ലക്ഷ്മിപ്രിയൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് എല്ലാ കാര്യങ്ങളും സ്വന്തം പേഴ്സണലായിട്ട് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സംഘടനക്കകത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംഘടനക്കകത്ത് പോയിട്ട് തീർക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തു വന്നിട്ട് ഇത്തരം ഹേർട്ടിങ് ആയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവരെ ബാധിക്കുമോ അല്ലെങ്കിൽ എന്നെ ബാധിക്കുമോ എന്നൊക്കെ തീർച്ചപ്പെടുത്തിയിട്ട് പറയണം. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതൊക്കെ ഒരു സംഘടനാ പ്രശ്നമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ വർഗീയ കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് കളിച്ച് പരാജയപ്പെട്ട ഒരു സഹോദരിയാണ്. അത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. മത്സരിക്കാൻ വേണ്ടി പോയി, അതുപോലെ തന്നെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ട് മത്സരിക്കാൻ വേണ്ടി പറ്റിയില്ല. അതിനും ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ഒരു വന്നതിന് ശേഷം ഇവർ ആ അംഗത്തിലെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ പല അംഗങ്ങൾക്കും
ഈ ഫേസ്ബുക്ക് പോസ്റ്റല്ല പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അത് ഉഷ ആലപ്പുഴ ഇതിൻ്റെ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായിട്ട് ഉഷ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രതികരിക്കണം, ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കണം. നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം. ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെ മാറ്റർ തന്നെ FBയിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലുകൾ തോറും കയറിയിരുന്ന് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന പോലെ വർഗീയത തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മാ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹങ്ങൾ ഞങ്ങൾ പൊളിച്ചടുക്കിയതിൻ്റെ രോദനമായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ അതിനൊക്കെ ഇന്നലെ ഞങ്ങൾ ഇതിലൂടെ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി. ഞങ്ങൾ അവരെ ചേർത്തിപ്പിടിച്ചു. ഒപ്പം നിന്ന് നിങ്ങളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്കും വേണ്ട. ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം ഈ കമ്മിറ്റിയിലും അത് തന്നെയായിരുന്നു എന്ന് ഉഷ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇൻ്റർവ്യൂകൾ ജനിപ്പിച്ച മാതാക്കളെയും ജനിപ്പിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാം എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ മറ്റു പ്രവർത്തകരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെ ജിഹാദിയാണ്, അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ഉഷ ചോദിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ജിഹാദിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഉഷ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയാണ്. വാ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞാണ് ഉഷ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അത് ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു, എൻ്റെ ശവം കാണാൻ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരൊന്നും വരണ്ട, ആ പടി കയറരുത് എന്ന് പറഞ്ഞത് മറുപടിയായിട്ടാണ് ഉഷ ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽപ്പെട്ട വർഗീയത തുപ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഇത് തന്നെയാണ് സത്യം. കാരണം ഈ സഹോദരി പലപ്പോഴായിട്ട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ പല ആൾക്കെതിരെയും നടത്തുന്നത് നമുക്ക് ഇൻ്റർവ്യൂകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് തന്നെയാണ് അത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ഈ സഹോദരി ഉഷ എന്ന് പറയുന്ന സഹോദരിക്കും ഉണ്ടായി എന്നുള്ളതാണ്. ഉഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു. അവർ മതം കൺവേർട്ട് ചെയ്തതിന് ശേഷം ഹൈന്ദവ മതത്തിലേക്ക് പോയ സഹോദരിയാണ്. പക്ഷേ അവർ അവരുടെ അഭിമാനവും അതുപോലെ തന്നെ അവരുടെ മതത്തെയും എല്ലാം ഏത് സമയത്തും ബഹുമാനിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പല ആൾക്കാരും പല മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മതം മാറിപ്പോകാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവകാശമൊക്കെ തരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ലക്ഷ്മിപ്രിയ മാത്രമാണ് വളരെ മോശകരമായ വൾഗറായ രീതിയിൽ ആ മതത്തെയും അതിൻ്റെ അന്തസത്തകളെയും എല്ലാം ചോർത്തിക്കളയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വളരെ പേഴ്സണലായിട്ട് എന്ത് കാര്യം പറഞ്ഞാലും അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ മുന്നേ തന്നെ നീന കുറുപ്പ് നമ്മൾ കണ്ടു കാണും. ഒരു പ്രോഗ്രാമിൽ അവരുടെ ഡാൻസ് ഗ്രൂപ്പിനെ ഇവരുടെ പരിപാടിക്ക് മുന്നേ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പച്ചത്തെറി പറയുന്ന ഒരു അരമണിക്കൂറുള്ള ഓഡിയോ ക്ലിപ്പ് നമ്മൾ തന്നെ ഇതിന് മുന്നേ ചെയ്തതാണ്. നിങ്ങൾ പുഴുത്ത് ചാവും എന്ന രീതിയിലൊക്കെയാണ് ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെ കുറിച്ച് വളരെ മോശകരമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നീന കുറുപ്പ് പറഞ്ഞത്, ഏതായാലും അത്തരം വൃത്തികേടിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അമ്മ മീറ്റിങ്ങിന് ശേഷം ആ സഹോദരി തന്നെ പറഞ്ഞു വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ഈ ഖുർആനെയും ഇതിനെയും എല്ലാം തള്ളി പറഞ്ഞു എന്ന് ഉഷ പറഞ്ഞില്ലേ, ആ ഒരു കാര്യം ചാനലിൽ പോയിരുന്ന് പച്ചക്ക് പറഞ്ഞതാണ്. പച്ചക്ക് എന്ന് പറഞ്ഞാൽ പച്ചക്ക് വളരെ വൃത്തികെട്ട രീതിയിൽ ആ മതത്തെയും അതുപോലെ തന്നെ അതിൻ്റെ അന്തസത്തകളെയും എല്ലാം തള്ളിപ്പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കോപ്രായം എന്ന് മാത്രമേ എനിക്കതിനെ പറയാൻ വേണ്ടിയുള്ളൂ. കാരണം ആ ചോദ്യം ചോദിക്കുന്ന ആൾ അതിനെ ഒന്ന് തിരുത്താനോ അവരുടെ മറുപടിയിൽ എന്തെങ്കിലും ഒന്ന് കയറി അഭിപ്രായം പറയാൻ പോലും അവർ ശ്രമിച്ചില്ല. നമുക്ക് ആ ഇന്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ ഖുറാൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല, ഖുറാൻ പഠിച്ചിട്ടേ ഇല്ല, മനസ്സിലായില്ല. അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് 10 കിതാബ് മോദി തികഞ്ഞ ഒരാളാണ്. ആ അച്ഛമ്മയ്ക്ക് മലയാളം വായിക്കാനോ എഴുത്തോ വായനയോ സ്കൂളിൽ ഒന്നും ചെയ്തിട്ടില്ല. തറവാട്ടിലേക്ക് പയ്യൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടിലേക്ക് ആളിനെ ഉസ്താദ് വന്നിരുന്ന് പഠിപ്പിച്ച് അങ്ങനെ 10 കിതാബ് ഓതി തികഞ്ഞ ഒരാളാണ്. പൂവെന്ന് വിളിക്കുന്ന എന്നെയാണ്, എന്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു പൂവെന്നാണ്. എന്നെ പിന്നെ ഒന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയെ മതം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ പോലും അത്രയും എന്താ പറയുക പുരോഗമന ആശയം കൊണ്ടു നടന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അറബി അക്ഷരങ്ങളൊക്കെ ജിലേബി 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 എന്നാണ് തോന്നുന്നത് ഇപ്പോഴും. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ദിവസം പോലും ഒരു നോമ്പെടുത്തിട്ടില്ല. എന്താ പറയാ, ഞാൻ ആ ഒരു മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. എനിക്കതൊന്നും വഴങ്ങിയിട്ടുമില്ല. ഒരു കാലത്തും എനിക്കതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വഴങ്ങിയിട്ടുമില്ല. വീട്ടിലാളെ ഇരുത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാര്, പക്ഷെ എനിക്കത് വഴങ്ങിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഈ കാസ്റ്റ് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നതും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല, അതിന് എന്റെ ഭർത്താവ് സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്, പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷെ ജയ്ഷേട്ടന് ഞാൻ സബീനയായിട്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ജയ്ഷേട്ടന് ഞാൻ തലേ തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ, ജയ്ഷേട്ടൻ അച്ഛനാണെങ്കിലും ഒക്കെ അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ എന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. പിന്നെ ഒഫീഷ്യലിയും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒഫീഷ്യലി എന്റെ പേര്, എന്റെ ജാതി, എന്റെ ഒപ്പ് എല്ലാം ഒഫീഷ്യലിയും നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തന്നെ എല്ലാം ലീഗലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പൊ കല്യാണത്തോട് പ്രമാണിച്ചല്ല ചേച്ചി മതം അതെ അതെ, തീർച്ചയായിട്ടും കല്യാണത്തിനോട് പ്രമാണിച്ച് തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് ഈ എന്താ പറയാ, എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പഴയ വസ്ത്രം, ഞാനൊരു മുഷിഞ്ഞൊരു വസ്ത്രം, ഞാനത് മാറ്റി അവിടെ അതിട്ടു, ഞാനൊരെണ്ണം പുതിയതൊരെണ്ണം ധരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മുടെ വസ്ത്രമല്ലേ, നമ്മൾ കൊണ്ട് കത്തിച്ച് കളയുന്നില്ലല്ലോ. ആ വസ്ത്രം നമ്മൾ കഴുകി ഉണക്കി അലമാരയിൽ എവിടെയോ അത് ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. അത്രയും ലളിതമായിട്ടാണ് എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിനെ തോന്നിയത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞ് അച്ഛന്റെ പാരമ്പര്യമായിരിക്കും നമ്മളുടെ ഒരു കസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. അപ്പം പാരമ്പര്യം എന്ന് പറയുന്നത് അമ്മയുടേതും ഉണ്ട് അച്ഛൻ്റെതും ഉണ്ട്. പക്ഷെ അച്ഛന്റെ പാരമ്പര്യമാണ് നമ്മൾക്കൊക്കെ നിലനിൽക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടി അച്ഛന്റെ മതത്തിൽ വളരണം, അച്ഛന്റെ ഒരു കൾച്ചർ അത് ഫോളോ ചെയ്യണം എന്നും എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഞാൻ 18 വയസ്സാവുന്നതിന് മുമ്പേ എടുത്തിട്ടുള്ളതാണ്. ഒന്ന്, ഞാൻ ജയ്ഷേട്ടനെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം. രണ്ടാമത്തത് ഇങ്ങനെ കാസ്റ്റ് കൺവേർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം. നിങ്ങൾ കണ്ടില്ലേ, വളരെ മോശകരമായ രീതിയിലാണ് ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്ന രീതിയിലാണ് ആ സഹോദരി സംസാരിച്ച് വെച്ചത്. അവർ പറഞ്ഞ വർത്തമാനം നിങ്ങൾ കേൾക്കണം. ഖുർആനിലെ അക്ഷരങ്ങളെല്ലാം കാണുന്ന, അറബി അക്ഷരങ്ങളെല്ലാം കാണുമ്പോൾ ജിലേബി എന്നാണ് പോലും ആ സഹോദരിക്ക് തോന്നുന്നത്. അതിലേക്കാട്ടിലും വളരെ മോശകരമായ മറ്റൊരു പരാമർശം എന്ന് പറയുന്നത്, ഒരു മുഷിഞ്ഞ വസ്ത്രം അയച്ചു വെച്ചിട്ട് മറ്റൊരു പുതിയ വസ്ത്രം ഇടുന്ന ഫീലിങ്സ് ആണ് പോലും ഇസ്ലാം മതത്തിൽ നിന്ന് ഹൈന്ദവ മതത്തിലേക്ക് പോയപ്പോൾ ആ സഹോദരിക്ക് ലഭിച്ചത് എന്ന് പറയുകയാണ്. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മുഷിഞ്ഞ വസ്ത്രമാണ് എന്ന ഒരു ധ്വനി തീർച്ചയായിട്ടും അവരുടെ പ്രസ്താവനയിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുകൊണ്ട് തന്നെയാണ് വളരെ മോശകരമായ വർഗീയത ചീറ്റുന്ന പരാമർശങ്ങൾ ഒന്നല്ല രണ്ടല്ല പലപ്പോഴായിട്ട് ഈ സ്ത്രീയുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരിക തന്നെ ചെയ്യേണ്ട പ്രസ്താവനകളാണ്. അത് അവർ തിരുത്തപ്പെടുകയും ചെയ്യണം. ഇതൊക്കെ ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഉഷ എന്ന് പറയുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇനി ആ സഹോദരി പറഞ്ഞു, സ്വന്തം ജനിപ്പിച്ച അമ്മയെയും നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് പണ്ട് ഒരു കൈരളി ചാനലിനോ മറ്റോ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ്. നമുക്കതുകൂടി കാണാം. ഇപ്പോ ലക്ഷ്മിയുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തിട്ട് എത്ര നാളായി? കുറെ 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ വിളിക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വഴക്ക് പറയും, എപ്പോഴും അമ്മ ചീത്തയായിരിക്കും വിളിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നെ ഇഷ്ടമല്ല, എന്നെ വേണ്ടാത്തവരെ ഇനി ആരാണെങ്കിലും എനിക്ക് വേണ്ടാന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വളർന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയൊരു അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ അവരോടുണ്ടായിരുന്നില്ല. ഇതും അവരുടെ ജനിപ്പിച്ച ആൾക്കാരെ തള്ളി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ തള്ളി പറയാനോ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരത്തിൽപ്പെട്ട ഒരു ഫാമിലിയാണ് നമ്മുടെ ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആളുടേത്. കാരണം ചെറുപ്പത്തിൽ തന്നെ അവരുടെ അമ്മ മറ്റാരുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. അതിനുശേഷം അച്ഛൻ മറ്റ് കല്യാണം കഴിക്കുന്നു. അമ്മയും അച്ഛനും ഇല്ലാത്തൊരു രീതിയിൽ വളർന്ന ഒരു കുട്ടിയാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരു വെറുപ്പും വിദ്വേഷവും എല്ലാം അവരുടെ കുടുംബത്തോട് വരാനും അതുപോലെ തന്നെ തോന്നിയ രീതിയിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനും മറ്റ് അന്യമതസ്ഥനെ കല്യാണം കഴിക്കാനും മതം മാറാനും എല്ലാമുള്ള ഒരു പ്രേരണ എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അത് നമ്മളവരെ കുറ്റം മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം മുത്തശ്ശിയുടെ കൂടെയാണ് അല്ലെങ്കിൽ മുത്തമ്മയുടെ കൂടെയാണ് വളർന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസമൊക്കെ ആ സഹോദരിക്ക് കിട്ടാതെ ചെറുപ്പത്തിൽ പോയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഏതായാലും അത്തരത്തിലൊക്കെ ആയിരിക്കണം അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സമയമാണല്ലോ ഈ ചെറുപ്പം എന്ന് പറയുന്നത്. ആ സമയത്ത് അത്തരത്തിൽപ്പെട്ട സ്നേഹവാത്സല്യങ്ങളൊന്നും ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥ ആ സഹോദരിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും അവരുടെ ഈ വർഗീയ പരാമർശങ്ങളും അതുപോലെ തന്നെ വിഷം തീറ്റുന്ന ഇത്തരം രീതികളും അതുപോലെ തന്നെ ജിഹാദി പരാമർശങ്ങളും എല്ലാം മലയാളി സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ താരസംഘടനയായ അമ്മയടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കളും തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും സിനിമാ സംഘടന എന്നല്ല, ഏത് സംഘടനയായാലും തീർച്ചയായിട്ടും നമുക്ക് ഒരു സാഹോദര്യവും അതുപോലെ തന്നെ ഒരു ഐക്യവും ഒരു കാര്യമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്നേഹം പങ്കുവെക്കലും എല്ലാം വേണം. എങ്കിൽ മാത്രമേ
ഇതൊരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് പെൻഷനും അതുപോലെ തന്നെ ഇൻഷൂറും അതുപോലെയൊക്കെ കാണിയും ഒക്കെ കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അതൊക്കെ നിലനിന്ന് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ സമൂഹത്തിൽ നിന്നും ഇത്തരം സംഘടനകളിൽ നിന്നും അതുപോലെ തന്നെ പരിപാടികളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തണം. എങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുകയുള്ളൂ എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.